ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിൽ ഇപ്പോൾ ഒരു ശനി ഞായറൊരു പുതിയ പ്രോഗ്രാം നടക്കുന്നുണ്ട് അമ്മമാരുടെ. അതിനകത്തൊരു സ്ത്രീയുണ്ട്, അവരെ എനിക്കറിയാം, നമ്മുടെ ഇവിടെ ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ അവരെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റേജിൽ വരുന്നത്. കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് വിടുന്നുണ്ടായിരുന്നു സ്റ്റേജിന് വേണ്ടി നിന്നുകൊണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, എവിടെയെങ്കിലും ഏതവൻ്റെങ്കിലും കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് പോയിക്കോട്ടെ, പോകണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പോയിക്കോട്ടെ, പോകുന്ന സമയത്ത് നമുക്കെന്നും പറഞ്ഞൊരു സാധനം നമുക്ക് എടുക്കാനുണ്ടാവുമല്ലോ. ഇപ്പോൾ സെക്കൻഡ് മാരേജ് ആണെങ്കിലും ഫസ്റ്റ് മാരേജ് ആണെങ്കിലും 6 കെട്ടിയാണെങ്കിൽ 10 കെട്ടിയാലും 12 കെട്ടിയാലും 20 കെട്ടിയാലും അതിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും കുഞ്ഞുങ്ങൾ അമ്മയ്ക്കുണ്ടായത് തന്നെയല്ലേ. തന്തമാരല്ല കുറേ പേരാവുള്ളൂ, തള്ള ഒന്ന് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ പോകുമ്പോൾ ഒന്നും ഉടുക്കുന്ന തുണി പോലും എടുത്തില്ലെങ്കിൽ ജന്മം കൊടുത്തൊരു കുഞ്ഞടക്കാണ്, അതിനെടുത്തോണ്ട് പോകണം. അല്ലാതെ അതിനവിടെ ഉപേക്ഷിച്ചേച്ചു ആ ഭർത്താവ് ഉണ്ടാക്കി വെച്ചിരുന്ന സ്വത്തും പൈസയും എല്ലാം എടുത്തുകൊണ്ട് വല്ലവൻ്റെയും കൂടെ ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കൊച്ചുമായി കുടുംബമായി എല്ലാം ആയി, വീടായി, എല്ലാ സ്ഥലമായി, എല്ലാം ആയിക്കഴിഞ്ഞ ശേഷം 10-20 കൊല്ലത്തിന് ശേഷം വന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, ഏതെങ്കിലും തന്തമാർ സമ്മതിക്കുമോ ഇപ്പോഴത്തെ കാലത്ത്? അപ്പോൾ അയാളെന്താ ശശിയാണ്? അയാൾ അവൾ ഉപേക്ഷിച്ച് കളഞ്ഞു പോയ അന്ന് തൊട്ട് ആ കുഞ്ഞു മതിയെന്നും പറഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിച്ച് ഇത്രത്തോളം കാലം അവന് വേണ്ട പഠിപ്പിച്ച് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് ആ തന്ത എന്താ വെറും പൊട്ടനാ? ആണോ? നിങ്ങൾ തന്നെ പറ, വെറും പൊട്ടനാണോ അയാൾ? ഇവളെ ഏതോൻ്റെ കൂടെ പോയി കിടന്നുണ്ടാക്കിയ കൊച്ചിനെ വെച്ചോണ്ട് കയ്യിൽ വെച്ച് സ്റ്റേജിൽ നിന്ന് ഡയലോഗ് ഇട്ടുകൊണ്ടിരിക്കുക, കൊച്ചിനെ കാണണം. എന്നാൽ കൊച്ചു പോവും, ആ കൊച്ചിന് ഓർമ്മ ഉണ്ടാവും ആ തള്ളയുടെ മോന്ത. ഇപ്പം ഓൾറെഡി ആ പുള്ളിക്കാരൻ കല്യാണം കഴിച്ച് അതിൽ 2 പിള്ളേരൊക്കെ ആയിട്ട് ആ കുടുംബമായിട്ടായിരിക്കും അങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ ആ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ആ അമ്മയോ, അവൾ പൊട്ടിയാണോ? അത് മന്ദബുദ്ധിയാണോ? അവൾ കൊടുക്കുമോ ആ കൊച്ചിനെ? എത്ര ആയിക്കോട്ടെ, മുല കൊടുത്താൽ മാത്രമല്ല അമ്മയാവുക, നോക്കിയാലും അമ്മ തന്നെ. അപ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ആരുടെ കൂടെ എത്ര ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, ജന്മം കൊടുത്ത കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയിക്കോ. അതിനെന്തിനിങ്ങനെ അമ്മയില്ലാതെ അച്ഛനും ഇല്ലാതെ ഇങ്ങനെ വളർത്തുന്നു? ഇപ്പോൾ കോടതിയിലൊക്കെ ഒരുപാട് നിങ്ങൾ വേറെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ, ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിച്ചൂടെ? എത്രയോ അമ്മമാരങ്ങനെ ജീവിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കൊച്ചിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് നാണോ എന്ന് പറഞ്ഞത് ശകുലെങ്കിലും ഉണ്ടെങ്കിൽ ഇവരിങ്ങനെയൊക്കെ നിന്ന് സ്ഥലം പോവോ? നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. നിങ്ങളിതിനോട് എന്തെങ്കിലും